നിങ്ങളെ ചോദ്യം ഇതാണ്: ഒരു സംഖ്യ ആദ്യം 20% കുറച്ചു, പിന്നെ 40% കൂട്ടി. അങ്ങനെ ലഭിക്കുന്ന സംഖ്യ യഥാർത്ഥ സംഖ്യയേക്കാൾ 72 കൂടുതലാണ്. അങ്ങനെയെങ്കിൽ യഥാർത്ഥ സംഖ്യ കാണാനാ. ഓക്കെ ആണോ? ശരി. 20% കുറച്ചു എന്ന് വെച്ചാൽ 100 ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് ചിന്തിച്ചാലോ? 100 ആയിരുന്നു ഇനിഷ്യൽ വാല്യൂ, ഇല്ലെങ്കിൽ 100% ഇനിഷ്യൽ വാല്യൂ. 20% കുറച്ചു എന്ന് പറഞ്ഞാൽ അത് 80 എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാവുന്നതേ ഉള്ളൂ. ഇനി എന്ത് ചേഞ്ചാ വന്നേ? 80നെ 40% കൂട്ടി. 80ന്റെ 40% എത്ര? 32 അല്ലേ? 80 × 40/100 അത് 32 എന്ന് വരും. അപ്പൊ ഈ 32% കൂടെ കൂട്ടി. അപ്പൊ 80 പിന്നെ ചേഞ്ച് ആകുന്ന ഇങ്ങനെയാണ്: 40% കൂട്ടി എന്ന് പറയുമ്പോൾ 80ന്റെ 40% 32%. അപ്പൊ ഇപ്പം വില എത്രയായി? 80ന്റെ കൂടെ 32% കൂടെ ചേർന്നാൽ 112% മാറി. ക്ലിയർ ആണോ? ഈ രണ്ട് ചേഞ്ചസ് കഴിഞ്ഞപ്പോൾ അതിന്റെ വില 112 മാറി എന്ന് പറഞ്ഞാൽ വിലയിൽ വന്ന മാറ്റം എത്ര എന്ന് ചോദിച്ചാൽ ഒരു 12% വർധനവാ വന്നിരിക്കുന്നത് അല്ലേ? 100% ആയിരുന്നത് ഇപ്പം 112 എന്ന് പറഞ്ഞാൽ 12% വർധനവാ വന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി ചോദ്യത്തിൽ എന്താ പറയുന്നത്? ചോദ്യത്തിൽ പറയുന്നു ഇങ്ങനെ രണ്ട് ചേഞ്ച് വന്നതിന്റെ ഫലമായി സംഖ്യയുടെ വില 72 കൂടിയെന്ന്. നമ്മളിപ്പം കണ്ടുപിടിച്ചു വെച്ചു 12% കൂടി. ചോദ്യം പറയുന്നു 72 കൂടി. അപ്പൊ എന്റെ കുട്ടികൾക്ക് എഴുതി വെക്കാം, ഈ 12% വാല്യൂ ആണ് 72. എന്താ കണ്ടുപിടിക്കണ്ടേ? യഥാർത്ഥ സംഖ്യ എത്ര എന്നാ കണ്ടുപിടിക്കണ്ടേ? യഥാർത്ഥ സംഖ്യ എല്ലായ്പ്പോഴും 100% എടുക്കണ്ടേ. ആ 100% എന്ന് പറഞ്ഞ് യഥാർത്ഥ സംഖ്യയുടെ വില എത്ര എന്നാ കാണണ്ടേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 100 × 72/12. 72ഉം 12ഉം 6 വെച്ച് വെട്ടിപ്പോലോ. 12 × 6 അല്ലേ 72. ബാക്കി എന്ത് വന്നു? 100 × 6 600 ഇവിടുത്തെ യഥാർത്ഥ സംഖ്യ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ശതമാനത്തിൽ വന്ന രണ്ട് ചേഞ്ചസിന്റെ കമ്പൈൻഡ് എഫക്റ്റ് എന്താണെന്ന് നോക്കുന്നു. ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഇൻക്രിമെന്റിന്റെ വാല്യൂ ആയിട്ട് ടിക്കറ്റ് ചെയ്യുന്ന അത്രയേ ഉള്ളൂ. ശരി, ഓക്കെ, താങ്ക് യു.